ഇന്ത്യ പോസ്റ്റിന്റെ കീഴിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിന്റെ കീഴിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ്, ഓർഡിനറി ഗ്രേഡിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. NK റീജിയണിലേക്ക്, അതായത് നോർത്ത് കർണാടക റീജിയണിലേക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ BG റീജിയണിലേക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ SK റീജിയൺ, അതായത് സൗത്ത് കർണാടക റീജിയണിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. MMS മൈസൂര്, അതുപോലെ തന്നെ ഉടുപ്പി, അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ സൗത്ത് കർണാടകയുടെ ഭാഗത്ത് വന്നിട്ടുള്ളതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ 27 ഒഴിവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വിഭാഗത്തിനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് ഇവിടെ കാണിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 5 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകും. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകുന്നതാണ്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുള്ള ക്വാളിഫിക്കേഷനും നോക്കുകയാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റിൽ, അതുപോലെ തന്നെ ഹെവി മോട്ടോറിൽ, രണ്ടിലും ഉണ്ടായിരിക്കണം. ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം വാഹനങ്ങളൊക്കെ നന്നാക്കാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതായത് നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് മിനിമം ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ പാസ് 10ാം ക്ലാസ് പറയുന്നുണ്ട്. സ്റ്റാൻഡ് ഓഫ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ്സും കൂടി ഇതിൻ്റെ കൂടെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 ക്വാളിഫിക്കേഷൻസ് മാത്രം മതി. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഹോം ഗാർഡായിട്ട് സർവീസ് ചെയ്തവർ അങ്ങനെ പറയുന്നുണ്ട്. അത് ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. അതില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അപേക്ഷ അവസാനിക്കുന്ന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 14/5/2024 ആ ഒരു ഡേറ്റിന് മുൻപാകം നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള 10th രേഖ, പിന്നെ നിങ്ങളുടെ ലൈസൻസിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള അത്യാവശ്യ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്നവിടെ വ്യക്തമായി മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ബംഗളൂരു ഈ ഒരു പിന്നിലേക്ക് നിങ്ങളുടെ അപേക്ഷകൾ അയക്കുകയാണ് ചെയ്യേണ്ടത്. ഓഫീസ് ഓഫ് ദി മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ബംഗളൂരു ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഏകദേശം 63,200 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓഫ്ലൈനാണ് അപേക്ഷ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു അപേക്ഷാ ഫോമും പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.